ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു മസാലക്കൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മീൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോർമൽ ചില്ലി ആയാലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് അളവിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അരഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി മുളകിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് വെച്ചിട്ടാണ് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതിലേക്ക് പച്ചമുളകോ ഇഞ്ചിയോ കുരുമുളകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറിലാണ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി എടുത്തുകൊണ്ട് എരിവ് കുറവായതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി നമ്മുടെ മീൻ പൊള്ളിച്ചതിന് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൊത്തി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തക്കാളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മീൻ പൊള്ളിച്ചതാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട. അത്യാവശ്യം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പോ പുളിയോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അയലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മത്തിയോ അല്ലെങ്കിൽ വേറെ ഏത് മീൻ വെച്ചിട്ടും ഇത് തയ്യാറാക്കാം. മീൻ ഫുള്ളായിട്ട് ചേർത്ത ശേഷം നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അധികം ഗ്രേവി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തിരിച്ചിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മസാലയിൽ നിങ്ങളൊന്ന് മീൻ പൊള്ളിച്ച് നോക്കൂട്ടോ, വളരെ ടേസ്റ്റിയാണ്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കുള്ളൂ. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ ഇനി മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. താങ്ക്